ആലു മസാല. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതാ നല്ലൊരു മസാല ഉണ്ടാക്കിയാലോ. ചോറിന്റെയും ചപ്പാത്തിന്റെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. റെസിപ്പിയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞിട്ട് ഇതിനൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക്, 3 പച്ചമുളകും, 1/4 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചിയും, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരയ്ക്കണേ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒരു 15 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണേ. ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ കിഴങ്ങിൽ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണേ. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ കിഴങ്ങിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആലു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്കിത് ചോറിൻ്റെയോ ചപ്പാത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.